നമസ്കാരം, സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. WCCയുടെ പങ്ക് നിർണായകം. കാരവാനുകളിലെ ഒളിക്യാമറ വിഷയത്തിൽ കേസിനില്ല രാധിക ശരത് കുമാർ. മലയാള സിനിമയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പുറത്തു കൊണ്ടുവന്നതിനു പിന്നിൽ WCCയുടെ പങ്ക് നിർണായകമെന്ന് നടി രാധിക ശരത് കുമാർ വാർത്താ ഏജൻസിയായ ANI-യോട് സംസാരിക്കുകയായിരുന്നു അവർ. അതേസമയം മലയാള സിനിമ ചിത്രീകരണ സ്ഥലങ്ങളെ കാരവാനുകൾ ഒളിക്യാമറ ഉപയോഗിച്ച് നടിമാരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുന്നതായുള്ള ആരോപണത്തിൽ കേസ് നൽകാനില്ലെന്നാണ് രാധികയുടെ നിലപാട്. വെളിപ്പെടുത്തൽ പുറത്തുവന്നതിനു പിന്നാലെ പ്രത്യേക അന്വേഷണ സംഘം രാധിക ശരത് കുമാറിനോട് സംസാരിച്ചെങ്കിലും അവർ മൊഴി കൊടുക്കാനോ കേസുമായി മുന്നോട്ട് പോകാനോ തയ്യാറല്ലെന്ന് അറിയിക്കുകയായിരുന്നു. സെറ്റിൽ പുരുഷന്മാർ ഒന്നിച്ചിരുന്ന മൊബൈലിൽ ഈ ദൃശ്യങ്ങൾ കാണുന്നത് താൻ നേരിട്ട് കണ്ടെന്നും രാധിക വെളിപ്പെടുത്തി. ഭയം കാരണം പിന്നീട് ലൊക്കേഷനിലെ കാരവാൻ ഉപയോഗിച്ചിട്ടില്ല. തനിക്കറിയാവുന്നവരോട് ഇത് സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയെന്നും രാധിക പറഞ്ഞു. ഏതു സിനിമയുടെ ലൊക്കേഷൻ എന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. വീഡിയോ ഞാൻ കണ്ടു. ബഹളം വെച്ച് ഇക്കാര്യം എല്ലാവരെയും അറിയിച്ചു. ഇത് ശരിയല്ലെന്നും ചെരിപ്പൂരി അടിക്കുമെന്നും പറഞ്ഞു. പിന്നീട് കാരവാൻ ഒഴിവാക്കി മുറിയെടുക്കുകയായിരുന്നു രാധിക പറഞ്ഞു. സ്ത്രീകളുടെ അവകാശങ്ങൾക്കും ജോലിസ്ഥലത്തെ സാഹചര്യങ്ങൾക്കും വേണ്ടി വാദിച്ച WCCയുടെ ശ്രമഫലമായാണ് ഹേമ കമ്മിറ്റിയെ വെച്ചത്. എന്നാൽ റിപ്പോർട്ട് തയ്യാറായി സമർപ്പിക്കപ്പെട്ടിട്ടും അത് പുറത്തുവിടാൻ 4 വർഷമെടുത്തു. അതും കോടതിയുടെ ഇടപെടൽ വന്നതിനു ശേഷം. റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി ആരോപണങ്ങളാണ് ഉയരുന്നത്. മലയാള സിനിമാ വ്യവസായത്തിലെ ഉന്നതങ്ങളിൽ ഇരിക്കുന്നവരുടെ പേരുകൾ വരെ പുറത്തു വരുന്നു. ഇതെല്ലാം സ്ത്രീകളുടെ സംരക്ഷണത്തിനു വേണ്ടിയാണ്. എന്റെ സിനിമാ ജീവിതത്തിൽ നിരവധി കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അത് നമ്മൾ ഇടപെട്ട് മാറ്റേണ്ടിയിരിക്കുന്നു. കാലം മാറുകയാണ്. ആളുകളുടെ സ്വഭാവത്തിലും മാറ്റങ്ങൾ വന്നു. വിദ്യാഭ്യാസവും ജീവിത സാഹചര്യങ്ങളും മാറി. ഇനി നമ്മൾ എങ്ങനെ അഭിമുഖീകരിക്കുന്നു എന്നതാണ് പ്രധാനം, അവർ കൂട്ടിച്ചേർത്തു. അതേസമയം ആരോപണ വിധേയനായ ദിലീപിനൊപ്പം എന്തിന് അഭിനയിച്ചു എന്ന ചോദ്യത്തിന് വളരെ മോശമായി പെരുമാറുന്നവർ രാഷ്ട്രീയക്കാരിലും ഉണ്ടെന്നും അവരോട് തുടർന്ന് സംസാരിക്കേണ്ടി വരാറുണ്ടെന്നുമായിരുന്നു മറുപടി.